സ്റ്റിക്കാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഈ അൾട്രാസോണിക് സെൻസറും ബസറുമാണ്. അൾട്രാസോണിക് സെൻസറിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഇത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ അകത്ത് യൂസ് എന്ന് വെച്ചാൽ ഇത് നമ്മൾ ത്രെഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് 25 സെൻറ്റിമീറ്റർ. ആ വാല്യൂവിൽ ചെറുതായിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് അതിൻ്റെ മുമ്പിൽ ഏതോ ഒബ്സ്റ്റക്കിൾ ഉണ്ടെന്നാണ്. അപ്പോൾ ഒരു ബ്ലൈൻഡ് മാൻ നടക്കുകയാണെങ്കിൽ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ സെൻസർ അത് ഡിറ്റക്ട് ചെയ്ത് ബസർ ഓൺ ആവും. നേഹ ജോർജ്. സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം നമ്മൾ സ്വിച്ച് ഇട്ടും പീസ് കുത്തിയൊക്കെയല്ലേ ഓണാക്കുന്നത്. LDR എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോളാർ വെച്ച് ഇത് ചെയ്താലും ഓരോ സ്ട്രീറ്റ് ലൈറ്റിനും ഓരോ സോളാർ വെച്ച് ചെയ്യണം. ഇത് നമ്മൾ KSEBയിൽ സ്വിച്ചിന് പകരം LDR വെച്ച് കൺട്രോൾ ചെയ്യുന്നത്. അതായത് സൂര്യപ്രകാശം LDRൻ്റെ മുകളിൽ വീഴാണ്ടിരിക്കുമ്പോൾ ലൈറ്റ് കത്തും, സൂര്യപ്രകാശം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ലൈറ്റ് കെടും. ഇന്ന രീതിക്ക് എൻ്റെ പേര് നിരഞ്ജൻ മനോജ്. ഞങ്ങൾ പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. ഇത് ഞങ്ങൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ഇൻക്യുബേറ്ററാണ്. ഇൻക്യുബേറ്ററിൽ ഹോം മെയ്ഡ് ഇൻക്യുബേറ്ററാണ്. ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ തെർമോസ്റ്റാറ്റ്, പിന്നെ 21 ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത്. നമ്മൾ രാവിലെ മുട്ട രാവിലെ വെക്കുകയാണെങ്കിൽ 6 മണിക്ക് വെക്കുകയാണെങ്കിൽ പിന്നീട് വൈകുന്നേരം 6 മണിയാകുമ്പോൾ തിരിച്ച് വെച്ച് നമുക്ക് 21 ദിവസം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. 21 ദിവസം റിപ്പീറ്റ് ചെയ്യുമ്പം 20-ാം ദിവസം മുട്ട വിരിഞ്ഞു തുടങ്ങും. എൻ്റെ പേര് ഇമ്മാനുവൽ ജോൺസൺ. ഞങ്ങൾ +1 ബിയിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഭാവിയിലേക്ക് ഹോം ഓട്ടോമേഷൻ, അതായത് നമ്മളെ ഫോണിൽ നിന്ന് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ആദ്യം കാണാം. ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം. ബ്ലൂടൂത്ത് മൊഡ്യൂൾ, അഡിനോ, റിലേ, ബൾബ് ഇവയാണ് ഇതിൻ്റെ മെയിൻ കമ്പോണൻസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അഡിനോ, ബ്ലൂടൂത്ത്, 5 വോൾട്ടിൻ്റെ റിലേ മൊഡ്യൂളാണ് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അഡിനോ ഇതിനകത്ത് പ്രോഗ്രാം ആഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലൂടെ ബൾബ് ഓണാകുന്നത് ബ്ലൂടൂത്ത് ഓണാക്കിയിട്ട് കണക്ട് ചെയ്ത് ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഇതിലൂടെയാണ് നമ്മൾ ബ്ലൂടൂത്ത് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഇത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉപയോഗിക്കുന്നത്. റിലേ ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ പാർട്ടാണ്. ഇതിൻ്റെ അകത്തു നിന്നാണ് രണ്ടിൽ നിന്നുമുള്ള കറണ്ട് വന്ന് അത് രണ്ടും യോജിപ്പിച്ച് കറക്റ്റ് ഇതാക്കി വരുന്നത്. പിന്നെ ഇതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. നമ്മൾ ഇറ്റ് പ്രൊവൈഡ് വെരി സ്മാർട്ട് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി. അതാണ് ഇതിൻ്റെ മെയിൻ യൂസസ് ആയിട്ടുള്ളത്. അഡ്വാൻറ്റേജസ്: എനർജി എഫിഷ്യൻസി, എനർജി സേവ് ചെയ്യും, വളരെ എനർജി സേവ് ചെയ്യും. പിന്നെ റിമോട്ടിൽ ആക്സസ് ചെയ്ത് നമുക്ക് എൻ്റെ പേര് ശ്രീഹരി. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് വയർലെസ് റോബോട്ടിക് ആമാണ്. ഇതിൻ്റെ ഇപ്പോൾ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മനുഷ്യർക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ, മനുഷ്യർക്ക് അപകടം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലും അങ്ങനെ മനുഷ്യർക്ക് പോകാൻ പാടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മനുഷ്യരുടെ ഒരു ഇടപെടലില്ലാതെ ഇങ്ങനത്തെ ചെറിയ റോബോട്ട്സിനൊക്കെ ഉപയോഗിച്ച് ഈ സ്ഥലത്തൊക്കെ ഒരു പണി ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതേക്കൊണ്ട് സാധിക്കും. ഇത് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് റാസ്ബെറി പൈ ഉപയോഗിച്ചാണ്. റാസ്ബെറി പൈ മെയിനായിട്ടുള്ള കമ്പ്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിലേക്കാണ് ക്യാമറയും സെർവോ ആണ് അതിൻ്റെ റോബോട്ടിക് ആമിന് വേണ്ടി സെർവോ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റിനായിട്ട് മോട്ടോർസും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം റാസ്ബെറി പൈയിൽ കണക്ട് ചെയ്തിട്ട്
റാസ്ബെറി പൈ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് സൈറസ് മുഹമ്മദ് 8 എൻ്റെ പേര് സെലസ്റ്റിൻ 8. എൻ്റെ പേര് സൈറസ് മുഹമ്മദ്. എൻ്റെ പേര് സെലസ്റ്റിൻ. ഇത് ഫോം ബോർഡും കോൺവെക്സ് ലെൻസും ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത്. എൻ്റെ പേര് സൈറസ് മുഹമ്മദ്. ഫോം ബോർഡും കോൺവെക്സ് ലെൻസും സ്പോഞ്ചും എലാസ്റ്റിക്കും ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത്. VR ഉണ്ടാക്കിയിരിക്കുന്നത് ഫോം ബോർഡും ചാർട്ട് പേപ്പറും സ്പോഞ്ചും കോൺവെക്സ് ലെൻസും ഫോണും. പേര് സെലസ്റ്റിൻ. എൻ്റെ പേര് ഹിബിൻ. എൻ്റെ പേര് ആദിത്യ. എൻ്റെ പേര് നിരഞ്ജൻ. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയാണ്. ഇതിൻ്റെ പ്രവർത്തനം വെച്ചത് നമ്മുടെ സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെറിയ രീതിയിൽ ബഡ്ജറ്റ് കുറച്ചുണ്ടാക്കാൻ പറ്റിയൊരു സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ്. Bluetooth mode cleared. ഇതുകൂടെ ഞങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ടേസറാണ്. ഇത് സെൽഫ് ഡിഫെൻസിന് ഉപയോഗിക്കുന്നതാണ്. ഇതിനകത്ത് ഏറ്റവും മേളിൽ യൂസ് ചെയ്തിട്ടുള്ളത് കൊതുക് ബാറ്ററി സർക്യൂട്ട് ബോർഡും 2 കപ്പാസിറ്റർ പിന്നെ ഇതിൻ്റെ ബാറ്ററിയും. ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ വെറ്റിലും ബോഡിയിലും തൊട്ട കറണ്ടടിക്കും, സ്പാർക്ക് വരും. ഇത് സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോൾ നമുക്കിത് കൊണ്ട് ഷോക്ക് അടിപ്പിക്കാം. ഗേൾസിനെയൊക്കെ ഉപയോഗപ്പെടും. എൻ്റെ പേര് സോനു ബിജു. എൻ്റെ പേര് റിയോൺ സോണി. ഇതൊരു ഇലക്ട്രോമാഗ്നറ്റ് ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതൊരു നെയിലിനകത്ത് കോപ്പർ പലതവണ അടിച്ചിട്ടിട്ടുണ്ട്. ഈ കോപ്പറിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഈ നെയിലൊരു കാന്തമായിട്ട് മാറും. സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ ഇത് സാധാ നെയിലാവുന്നതാണ്. സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ ഇത് സാധാ നെയിലാവും. വൈദ്യുതി ഇതിലൂടെ കടത്തി വിടുമ്പോൾ നമുക്കത് ഒരു മാഗ്നറ്റായിട്ടും ഫീൽ ചെയ്യും. ഇതിപ്പോൾ ഒരു മാഗ്നറ്റാണ്. ഇനി ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ അത് സാധാ നെയിലാവും.
എൻ്റെ പേര് ക്രിസ്റ്റി. എൻ്റെ പേര് രുദ്രാക്ഷ. ഇത് എന്നാ ബസ്സിൻ്റെ ഒരു മോഡലാണ്. ഇതിൻ്റെ അകത്ത് RGB ലൈറ്റും അതുപോലെ NGB ലൈറ്റും. ഇത് ഒരു ബസ്സിൻ്റെ മോഡലാണ്. ഇതിൻ്റെ അകത്ത് RGB ലൈറ്റും ബ്ലൈൻഡ് ബോർഡും തുടങ്ങിയ സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വർദ്ധിപ്പിക്കാൻ 3 ബാറ്ററികൾ വേണ്ടി വന്നു. പിന്നെ എൻ്റെ ടയർ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു RC കാറിൻ്റെ ഒരു ടയറാണ്. ഇതിൽ ഒരു സ്പീക്കറും അടങ്ങി വെച്ചിട്ടുണ്ട്. അത് വെച്ച് നല്ല രീതിക്ക് പാട്ട് വെച്ച് പാട്ട് വെക്കാനും പറ്റും. എൻ്റെ പേര് അലൈ. എൻ്റെ പേര് പ്രിൻസ്. ഇത് ഞങ്ങളൊരു പെൽറ്റിയർ മൊഡ്യൂളിൻ്റെ എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയുള്ളൊരു വർക്കിംഗ് മോഡലാണ്. അപ്പം പെൽറ്റിയർ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് NBN സെമി കണ്ടക്ടേഴ്സ് സീരീസിൽ കൊടുത്തിരിക്കുകയാണ്. അത് ഒരു സൈഡിൽ അത് N-ഉം P-ഉം ആയിട്ടും ഒരു സൈഡിൽ P2N ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിൽ N to P പോകുമ്പോൾ അവിടെ ഇലക്ട്രോൺ ഹോൾസ് AS ജനറേറ്റ് ആയി അവിടെ ഹീറ്റ് ഉണ്ടാവും. അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പം അത് കൂളിംഗ് എഫക്റ്റ് നൽകും. അതാണ് ഇതിൻ്റെ പ്രശ്നം. തണുപ്പ് കാണിച്ചത് ടെമ്പറേച്ചർ ഹീറ്റ് വരും. എടുത്തു ഇവിടെ ഒന്ന് എടുത്തു. എൻ്റെ പേര് ജോയൽ. എൻ്റെ പേര് അദ്വൈത്. ഇത് ഡിസ്റ്റൻസ് ഡിറ്റക്ടറാണ്. അതായത് നമുക്കിപ്പോൾ രാത്രിയിലൊക്കെ നമ്മുടെ വസ്തുക്കൾ എന്തോ ഒരു അകലം ഉണ്ടെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് അൾട്രാസോണിക് സെൻസറാണ്. ഇത് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ അൾട്രാസോണിക് ഇമ്പൾസസ് പുറത്തേക്ക് വിടും. അത് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന അതിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കൈ വെച്ചിരിക്കുന്ന ഇത്ര അകലത്തിൽ കൂടി കുറഞ്ഞൊക്കെ വരും. അപ്പോൾ ഇതൊരു 200 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ മിനി മോഡലാണ്. മിലിറ്ററിയിലൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു മിനി മോഡലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതൊരു ടെസ്ല കോയിലാണ്. ഇത് മറ്റേ വയർലെസ് എനർജി ട്രാൻസ്മിഷന് ഒരു എക്സാമ്പിളാണ്. നിക്കോള ടെസ്ലയുടെ 1891 ഒരു കണ്ടുപിടുത്തമാണ് ഈ ടെസ്ല കോയിൽ. ലോകം മൊത്തം ഒരു വയർലെസ് ആയിട്ട് എനർജി ട്രാൻസ്മിറ്റ് ചെയ്യണം എന്ന ആഗ്രഹമായിരുന്നു നിക്കോള ടെസ്ലയ്ക്ക്. അതിനുവേണ്ടി പുള്ളി ഇതൊരു എക്സ്പെരിമെൻ്റാണ്. അപ്പം ഇതിൽ 2 കോയിൽസ് ഉണ്ട്, പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും. ഇപ്പോൾ നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ CF വയർലെസ് ആയിട്ട് പ്രൈമറി കോയിലും ഉണ്ട്, സെക്കൻഡറി കോയിലും ഉണ്ട്. അപ്പം ഇത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് നടക്കുന്നത്. അപ്പം നമ്മൾ ഈ കോയിലിൽ കൂടെ നമ്മളൊരു ലോ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് ഈ പ്രൈമറി കോയിലോട്ട് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ഹൈ വോൾട്ടേജ് ഉണ്ടാവും. അത് എയറിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇത് കത്തുന്നത്. എൻ്റെ പേര് കാർത്തിക് വിനോയ്. ഞാൻ ഇവിടെ ഐസാറ്റിലാണ് പഠിക്കുന്നത്. ഇത് ഒരു സ്മാർട്ട് വീൽ ചെയറാണ്. നമുക്ക് ഇപ്പോൾ കൈ കാലം ഇല്ലാത്തവർക്കാണെങ്കിലും. എൻ്റെ പേര് കാർത്തിക് വിനോയ്. ഞാൻ ഐസാറ്റിൽ പഠിക്കുന്നു. എൻ്റെ പേര് അഭിനവ് ബാബു. ഞാൻ ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്മാർട്ട് വീൽ ചെയറാണ്. അപ്പോൾ നമുക്ക് കൈ കാലം ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരാളുടെ സഹായത്തോടെ വേണം നമ്മൾ എല്ലാം ചെയ്യാനായിട്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വോയിസ് വഴിയാണെങ്കിലും നമുക്കിത് കൺട്രോൾ ചെയ്യാം. പിന്നെ വേറൊരാളുടെ സഹായത്തോടെ ആണെങ്കിലും ഫോൺ വഴിയാണെങ്കിലും കൺട്രോൾ ചെയ്യാം. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് അടിമിക്കിറ്റ് യൂസ് ചെയ്യുമ്പോൾ പിന്നെ ഒരു ബ്ലൂടൂത്ത് റിസീവറുണ്ട്. ഇതിനകത്ത് ഈ ലൈറ്റ് ബ്ലൂടൂത്ത് റിസീവർ നമ്മൾ ഫോണായിട്ട് ബ്ലൂടൂത്ത് ഒരു വോയിസ് വഴി കൺട്രോൾ ചെയ്യുന്ന ബ്ലൂടൂത്ത് റിസീവർ ഫോണായിട്ട് വെച്ച്
ആദർശം. എൻ്റെ പേര് ക്ലാഡിൻ അലക്സ്. എൻ്റെ പേര് ഗോഡ്വിൻ ജിബിന്. ഞങ്ങൾ 3 പേരാണ് ഈ RC മിനി ബസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് റിമോട്ട് കൺട്രോളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫോം ഷീറ്റ് വെച്ചിരിക്കുന്നതാണ്. ഫോം ഷീറ്റും LED ലൈറ്റും വെച്ചാണ് ഈ മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ പേര് ആലൻ. എൻ്റെ പേര് ആദർശ്. ഇത് സ്മാർട്ട് ഡോർ ലോക്ക് സിസ്റ്റമാണ്. ഇത് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഒരു 4 0 അടിക്കുമ്പോൾ ഇത് 0 അടിക്കുമ്പോൾ ഇത് D അടിക്കുമ്പോൾ ഇത് ഓണി വരും. ഇത് പാസ്വേഡ് പിന്നെ അടിച്ചാൽ ലോക്കാവും. പിന്നെ പാസ്വേഡ് തെറ്റാണെങ്കിൽ അത് അഴിക്കാൻ പറ്റില്ല. എൻ്റെ പേര് ആര്യ. ഈ പ്രോജക്റ്റിൻ്റെ പേര് ഓട്ടോമാറ്റിക് ടോൾ ഗേറ്റ്. ഇതിൻ്റെ പ്രവർത്തനം കാണിച്ചു. നിർദ്ദേശിച്ച പ്രാഥമിക അറ്റോമിക് ഘടനാ മോഡലാണിത്. J.J. തോംസൺ. ഇത് തോംസൺ ഈ ഒരു കണ്ടുപിടുത്തം ചെയ്യുന്നതിന് മുമ്പ് ആറ്റം വിഭജിക്കാൻ പറ്റത്തില്ലെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അത് കഴിഞ്ഞപ്പം 1797 തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചു. അപ്പം ഈ ലോ ഓഫ് റെസൊണൻസ് എന്ന് പറയുന്ന ഇതിൽ ഒരു പെൻഡലം. എൻ്റെ പേര് ആര്യം ജോസഫ്. എൻ്റെ പേര് അൽഫോൺസ്. ഞങ്ങളുണ്ടാക്കിയ ഒരു പെൻഡലം വർക്കിംഗ് മോഡലാണ് ഈ റെസൊണൻസ് പെൻഡലം. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് റെസൊണൻസ് എന്ന് പറയുന്ന ലോ വെച്ചാണ്. ഇതിനും ഈ 2 ബോബിന് സെയിം ലെങ്ത് ആയതുകൊണ്ട് ഒരു ബോബ് അനക്കുമ്പം മറ്റേ ബോബ് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഫ്രീക്വൻസി കാരണം അതുകൊണ്ട് സെയിം ലെങ്ത് ആയതുകൊണ്ട് ഇതിൻ്റെ വൈബ്രൻ്റ് എനർജി ഇതുവഴി കൊടുക്കും. എൻ്റെ പേര് ശ്രീഗംഗ. എൻ്റെ പേര് നന്ദന. ഇത് ന്യൂട്ടൺസ് കാർഡിലാണ്. ന്യൂട്ടൻ്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യുന്നതാണ്. എൻ്റെ പേര് വൈഗ ഷാജി. ഞാൻ 10th പഠിക്കുന്നത്. എൻ്റെ പേര് കൃഷ്ണപ്രിയ. ഞാൻ
വാട്ടർ പ്യൂരിഫയർ ആണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേർന്നുണ്ടാക്കിയത്. ഇതിൽ ഞങ്ങൾ പമ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചെടിവെള്ളം ഒഴിക്കുന്നു. ഇതിലെ പോയി അത് ഫിൽറ്ററായി വരുന്നതാണ്. എൻ്റെ പേര് ഇന്ദ്രനാഥ്. എൻ്റെ പേര് ദേവിക. ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഇതിനായിട്ട് ഉപ്പും വെള്ളവും കൂടി തമ്മിലുള്ള ഒരു മിക്സ്ചറിനെ നമുക്ക് അതിനകത്ത് ഉപ്പ് തന്നെ വേർതിരിച്ചെടുത്ത് ഇപ്പം നമുക്ക് ആ വാട്ടറും കൂടെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഈ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന ഉപ്പും വെള്ളം കൂടെ ഒരു മിക്സ്ചർ നമുക്ക് ഹീറ്റ് ചെയ്യുകയാണ്. ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഈ വാട്ടർ വേപ്പർ ഇതിലൂടെ വന്ന് ഇങ്ങനെ വരും. അപ്പോഴത്തേക്കും ഈ ഒരു സെറ്റപ്പിൽ പറയുന്നതാണ് കണ്ടൻസർ. ഈ കണ്ടൻസറിനകത്തേക്ക് നമ്മൾ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കും. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഈ തണുത്ത വെള്ളവും നമ്മുടെ ഈ വാട്ടർ വേപ്പർ നമ്മൾ ഒരിക്കലും മിക്സ് ആവുന്നില്ല. എന്നിട്ട് ഈ കണ്ടൻസറിൻ്റെ അകത്തുള്ള ഈ തണുത്ത വെള്ളം നമ്മുടെ ഈ വാട്ടർ വേപ്പറിനെ അതൊരു ലിക്വിഡ് ഫോം ആക്കി ഇതിലൂടെ വരും. അഭിനവ്. എൻ്റെ പേര് ആദിൽ. ഈ ഫാക്ടറികളിൽ നിന്ന് വരുന്ന വിഷപ്പുകകൾ, നൈട്രിക് ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഇങ്ങനത്തെ പുകകൾ എല്ലാം അന്തരീക്ഷത്തിലെ വാട്ടർ കണ്ടൻ്റായിട്ട് ഇതെല്ലാം അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ മേഘങ്ങളിൽ നമ്മൾ വാട്ടർ സൈക്കിൾ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ മേഘങ്ങളിൽ ചെന്ന് അടിഞ്ഞ് ആ ഒരു വാട്ടർ റെയിൻ രീതിയിൽ അത് ഭൂമിയിലേക്ക് പതിക്കുന്നു. ഈ റെയിൻ രീതിയിൽ ഭൂമിയിലേക്ക് പതിക്കുന്ന HNO3യും H2SO4 ഹൈഡ്രജൻ സൾഫൈഡും സൾഫ്യൂരിക് ആസിഡ് പോലത്തെ മാരകമായ പൊല്യൂഷൻ പോലെയാണ് ഭൂമിയിലോട്ട് പതിക്കുന്നത്. ഇത് നമ്മുടെ പ്രകൃതിയിൽ വളരെ എൻവയോൺമെൻറ്റൽ ഡാമേജസ് ഉണ്ടാക്കും, ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ് ഉണ്ടാക്കും, മനുഷ്യർക്ക് വളരെ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മാരകമായ ഇതാണ് ആസിഡ് റെയിൻ. ഇതിൻ്റെ വർക്കിംഗ് ഇപ്പോൾ കാണിച്ചത്. ഇത് അപ്പോൾ സവള എൻ്റെ അർജുൻ സാബു. മെൽവിൻ ആന്റണി. മെൽവിൻ. അപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു മിനിറ്റ്. ഇത് പവർ ട്രാൻസ്ഫോമർ, പാരാമീറ്റർ, ഫോൾട്ടിംഗ് ഡിറ്റക്റ്റിംഗ് സിസ്റ്റം. അത് ട്രാൻസ്ഫോമറിൻ്റെ മെയിനായിട്ട് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ട്രാൻസ്ഫോമറിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് ട്രാൻസ്ഫോമർ കത്തിപ്പോകാൻ ചാൻസസ് ഏറെയാണ്. ഈയിടെ ഒരുപാട് കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ട്രാൻസ്ഫോമറിനെ കത്തിപ്പോകുക മെയിനായി പോകുന്ന ഒരുപാട് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു പരിഹാരമാണ് ഞങ്ങളിത് കൊടുത്തത്. പരിഹാരം എന്ന് പറയുമ്പം ഒരു പരിധി വരെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ കോസ്റ്റിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും നമുക്കിത് വളരെ ഉണ്ടാക്കിയ ഒരു ട്രാൻസ്ഫോമർ കത്തിപ്പോയി നശിക്കുന്ന ഒരു കോസ്റ്റിനെ അത്രയും വരത്തില്ല. ഇതിന് ഈ സിസ്റ്റം നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്കും അസംബ്ലി ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു അസംബ്ലി ചെയ്തിട്ട് നമുക്കിത് പ്രോട്ടോടൈപ്പാണ്, അസംബ്ലിയും പ്രോട്ടോടൈപ്പാണ്. ഫസ്റ്റ് ഇത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു കട്ട് ഓഫ് MCCB, RCCB അങ്ങനത്തെ പോലെ കട്ട് ഓഫ് വയറാണ്. അപ്പോൾ ഓവറായിട്ട് വോൾട്ടേജ് പാസ് ചെയ്യുമ്പോഴത്തേക്കും കറണ്ട് പാസ് ചെയ്യുമ്പോഴോ വോൾട്ടേജ് പാസ് ചെയ്യുമ്പോഴോ അതിനെ കൺട്രോൾ ചെയ്യും. കട്ട് ഓഫ് ആവും, ഓട്ടോമാറ്റിക് കട്ട് ഓഫ്. അപ്പോൾ ട്രാൻസ്ഫോമറിന് അത് ഒരു എന്താ പറയുന്നത് പ്രൊട്ടക്ഷൻ അത് യൂസ് ചെയ്യും. അതിനാണ് ഇവിടെ ഒരു കട്ട് ഓഫ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിലൊരു ട്രാൻസ്ഫോമറിന് അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് സെൻസറാണ് അവിടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സെൻസറാണ്. ഇതുവരെയാണ് അത് സെൻസ് ചെയ്തേക്കുന്നത്. അത് സെൻസർ. പിന്നെ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീന്. ഇതിന് എത്ര വോൾട്ടേജ് ഉണ്ടോ, ഓയിൽ ലെവൽ എത്ര, അങ്ങനെ ഓരോന്നറിയാൻ വേണ്ടിയുള്ള സ്ക്രീനാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഒരു സർവീസിന് മെയിൻ്റെനൻസിന് ആൾക്കാർ വന്നു കഴിയുമ്പോൾ ഇത്
ഇതിൻ്റെ ഓയിൽ ലെവൽ എത്രയാണ്, വോൾട്ടേജ് എത്രയാണ്, കറണ്ട് എത്രയാണ്, അതെല്ലാം നമുക്ക് സെൻസ് ചെയ്യണമെങ്കിൽ വേറെ വേറെ ഉപകരണങ്ങൾ യൂസ് ചെയ്യണം. ഇത് ഒരൊറ്റ സ്ക്രീനിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ അതേസമയം ഇതിനകത്ത് ഓയിൽ എന്ന് പറയുമ്പോൾ ഒരൊറ്റ സർവീസിൻ്റെ മെയിൻ്റനൻസിൻ്റെ എത്ര ഓയിൽ ചേഞ്ച് ചെയ്യണമെന്ന് എത്ര കോസ്റ്റ് വരും നമുക്ക് ജസ്റ്റ് തിങ്ക് ചെയ്താണ് നല്ലൊരു കോസ്റ്റ് വരും. അതിന് പകരമായിട്ട് ഈ ഓയിൽ ഫിൽട്ടർ ചെയ്താണ് നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഫിൽട്ടർ ചെയ്യാനാണ് ഈ ഓയിൽ തന്നെ സർവീസിൻ്റെ മെയിൻ്റനൻസ് സമയത്ത് വേറെ ചേമ്പറിലോട്ട് മാറും. ആ ചേമ്പറിൽ നിന്ന് ഇവിടെ ഫിൽറ്ററിംഗ് മോട്ടർ വെച്ചിട്ടുണ്ട്. ആ മോട്ടർ ഫിൽട്ടർ ചെയ്തതിന് ശേഷം മെയിൻ്റനൻസിന് ശേഷം ഗ്യാസ് ഡിറ്റക്ടറാണ്. അപ്പോൾ ഇതിൽ വരുന്നത് ഒരു ബസർ, പിന്നെ ഒരു ഡിസ്പ്ലേ, പിന്നെ ഒരു ഹ്യൂമിഡിറ്റി ആക്കിയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെ നമുക്ക് ഈ റൂമിലെ ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഗ്യാസ് ലീക്കേജ് വരെ നമുക്ക് സെൻസർ കൂടെ അറിയാൻ പറ്റും. ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള അടുക്കള കിച്ചണിലൊക്കെയാണ്. അപ്പോൾ കിച്ചണിൽ ഇപ്പോൾ അമ്മമാരൊക്കെ ആണെങ്കിലും ഗ്യാസ് ചിലപ്പോൾ ഓഫാക്കാണ്ട് അങ്ങനെയൊക്കെ പോകുമല്ലോ. അപ്പോൾ നമുക്കറിയാൻ പറ്റും. ബസറുണ്ട്, ഈ ബസർ അടിക്കും. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ടെലിഗ്രാം പോകുന്നുണ്ട്. ആ ബോട്ട് നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്കിപ്പം വീടൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും അടിച്ചു വിട്ട് പോവുകയാണെങ്കിലും നമുക്ക് ഗ്യാസ് എങ്ങനെ ലീക്ക് ആയാലും മെസ്സേജ് ആയിരിക്കും, ഫോണിൽ മെസ്സേജ് ആയിരിക്കും ഇതായിട്ട്. അപ്പോൾ എൽബിൻ ജോർജ് ജയകുമാർ. നമ്മുടെ വീട്ടിലുള്ള മോർണിംഗ് ജോൺ. അതായത് നമ്മുടെ വീട്ടിലുള്ള അപ്ലയൻസസിന് നമുക്ക് വോയിസ് കമാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ലൈറ്റാണ് എന്താണെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു ഹോം ഓട്ടോമേഷൻ്റെ ഒരു ചെറിയ മോഡൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്ന ഒരു നോഡൻസിയും, അതായത് ESP8266 എന്നാണ് പറയാം. ഒരു നോഡൻസിയും അത് പിന്നെ അതുപോലെ ഒരു 4 ചാനൽ റിലേ ഉണ്ട്. അപ്പം നമ്മുടെ ഫോണിൽ ഒരു വോയിസ് വെച്ചിട്ട് നമ്മൾ സംഭവം കൺട്രോൾ ചെയ്തത്. ഇപ്പോൾ അലക്സ അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് അങ്ങനെ ഏതൊരു ഒരു ആപ്പ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ സംഭവം ഓണാക്കുക ഓഫാക്കുക ചെയ്യുന്നത്. ഇവിടെ ഫാന് വേണമെന്നില്ല, ഫാനോ അതുപോലെ തന്നെ ലൈറ്റ്, വീട്ടിലെ മോട്ടർ, അങ്ങനെ എന്ത് കാര്യങ്ങളും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അലക്സ വെച്ചിട്ടാണെങ്കിൽ ജസ്റ്റ് ഫോൺ വെച്ചിട്ട് അലക്സ turn on night lamp. Alexa, turn on light. Alexa, turn off all light. Turn off all light. Turn off all light. ഡെയ്സൺ ജോൺ, ഡൊമിനിക് ജോൺ, അർജുന കൃഷ്ണ, അഭിജിത്ത് PS. ഇത് കൃഷി സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. നമ്മൾ മണ്ണിലെ ജലാംശത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ സെൻസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ജലം മണ്ണിലേക്ക് പമ്പ് ചെയ്യും. അപ്പം ഇത് ഈ വാട്ടർ പമ്പ് ഒരു മിനിയേച്ചർ വാട്ടർ പമ്പാണ്. ഇതൊരു യഥാർത്ഥ വാട്ടർ പമ്പായി കണക്കൂട്ടാണ്. ഇത് നമ്മുടെ ജലാംശമുള്ള മണ്ണാണ്. ഈ ജലാംശം ഉള്ളപ്പോൾ ഈ വാട്ടർ പമ്പ് വർക്ക് ചെയ്യില്ല. ജലാംശം കുറയുന്നതനുസരിച്ച് ഈ വാട്ടർ പമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. വീണ്ടും ജലാംശം പമ്പ് ചെയ്ത് വീണ്ടും വാട്ടറിലേക്ക് ആകുമ്പോൾ പമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകും. അതിൻ്റെ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഇതിനകത്ത് ഓട്ടോമാറ്റിക് സെൻസർ വെച്ച് അറിയാൻ പറ്റും. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫോട്ടോസ് അതിൽ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ലാപ്പ് വഴി നമ്മുടെ ഈ പ്രോഗ്രാംസ് ഒരുപാട് നമ്മുടെ ലാപ്പായിട്ട് കണക്ട് ചെയ്ത് ഇൻസൈഡ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോടെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ഫോട്ടോ കൊടുക്കുകയാണെങ്കിൽ സെബിൻ ജോസഫ് അതാക്കി സന്തോഷം. അൾട്രാസോണിക് സെൻസർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക വിഷ്വൽ അസിസ്റ്റ് ഫോർ ബ്ലൈൻഡ്സ് അൾട്രാ എന്ന് പറയും. അത് ഞങ്ങളുടെ കാര്യമായിട്ട് മിനി പ്രോജക്റ്റ് ആയിരുന്നു. ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് അൾട്രാസോണിക് സെൻസറും ബസറും പവർ സപ്ലൈ ഓഡിനോ യൂനോയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് 1 മീറ്റർ അകലെയുള്ള ഒബ്ജക്റ്റ് വരെ ഇത് ആൻസർ ചെയ്യും. ഞങ്ങളുടേത് പറഞ്ഞാൽ ഹവർലി ബേസ്ഡ് അറ്റൻഡൻസ് മാർക്കിംഗ് സിസ്റ്റം യൂസിങ് ഫേഷ്യൽ റെക്കഗ്നൈസർ വിച്ച് ഇൻക്ലൂഡ്സ് സ്റ്റുഡൻറ്റ് ടീച്ചർ പോർട്ടൽ. അപ്പോൾ ഇത് സ്റ്റുഡൻറ്റ് ടീച്ചർ പോർട്ടൽ. ഇതിപ്പോൾ ഫേസ് റെക്കഗ്നേഷൻ്റെ ഒരു മോഡാണിത്. ഒരു പീരീഡ് കറണ്ട് പീരീഡ് ഇപ്പോൾ 3rd പീരീഡാണ് ടൈം എഴുതിക്കും. അപ്പോൾ ആ കറണ്ട് പീരീഡ് കയറി വരുന്ന ടീച്ചർ കയറി വരുന്നവരെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാണ്ടിരിക്കും.
ടീച്ചർ കയറി വരുമ്പോൾ മാത്രമേ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. അപ്പോൾ ടീച്ചർ കയറി വന്നു കഴിയുമ്പോൾ ടീച്ചറിനെ റെക്കഗ്നൈസ് ചെയ്യും. ഇപ്പോൾ ടീച്ചർ 04 ആണ്, ടീച്ചർ 04നെ റെക്കഗ്നൈസ് ചെയ്തു. അപ്പോൾ സബ്ജക്റ്റ് ഓട്ടോമാറ്റിക്കലി ടീച്ചർ 04 സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ AD ആണ്. അപ്പോൾ AD എന്ന് പറഞ്ഞ സബ്ജക്റ്റിലോട്ട് മാറി. അത് കഴിഞ്ഞിട്ട് എന്താ ആ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യും. ആ മാർക്ക് ചെയ്ത സ്റ്റുഡൻസിൻ്റെ അറ്റൻഡൻസ് ഒരു ഡാറ്റാബേസിലായിരിക്കും കിടക്കുന്നത്. അത് ഞങ്ങളുടെ വെബ്സൈറ്റിൽ കൂടെ കാണാനും പറ്റും. അപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിൽ എന്താ പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് ടീച്ചർ അഡ്മിൻ എന്ന് പറഞ്ഞ കോഡുണ്ട്. അഡ്മിനാണ് സ്റ്റുഡൻറ്റിൻ്റെ ടീച്ചർ ആഡ് ചെയ്യുന്നത്. ടീച്ചറിന് സബ്ജക്റ്റ് അസൈൻ ചെയ്തു. സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റ് കയറി കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിൻ്റെ അറ്റൻഡൻസ് പെർസെൻറ്റേജ് എല്ലാ സബ്ജക്റ്റിൻ്റെ അറ്റൻഡൻസ് പെർസെൻറ്റേജ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ടീച്ചർ കയറി കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും അറ്റൻഡൻസ് കാണാനും പറ്റും. അതേപോലെ തന്നെ എഡിറ്റ് ചെയ്ത് അറ്റൻഡൻസ് മാറ്റാനും പറ്റും. ഇപ്പോൾ ഒരു കുട്ടി എന്താ സ്പോർട്സിനായിട്ട് പുറത്ത് പോയി എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് പിന്നെ അറ്റൻഡൻസ് കൊടുക്കാനുള്ള രീതിയിൽ അറ്റൻഡൻസ് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. എൻ്റെ പേര് നോയൽ ഡെന്നീസ്. ഞാൻ BTech ആണ് പഠിക്കുന്നത്, 4th ഇയർ. ഞാൻ എഴുതിയിരിക്കുന്നത് സ്ട്രീം കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പം ഞാനിത് ചെയ്തേക്കുന്നത് എൻ്റെ മിനി പ്രൊജക്റ്റിന് വേണ്ടിയാണ്. പ്രൊജക്റ്റിൻ്റെ പേരാണ് പേഴ്സണൽ ഡെസ്ക്ടോപ്പ് AI അസിസ്റ്റൻസ്. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കണ്ണ് കാണാത്തവർക്കും അല്ലെങ്കിൽ കയ്യിൽ ലിങ്ക് ഇല്ലാത്തവർക്കും ഒരു കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും. അതിനാണ് ഞങ്ങൾ ഈ സോഫ്റ്റ്വെയർ ചെയ്തേക്കുന്നത്. ബേസിക്കലി ഇതൊരു വെബ്സൈറ്റാണ്. അതിൻ്റെ റണ്ണിങ് ഞാനിപ്പോൾ കാണിക്കാം. അതായത് ഫുള്ളി വോയിസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ നമ്മൾ പറഞ്ഞ കാര്യം അത് ചെയ്യുന്നു. അത്രേ ഉള്ളൂ സംഭവം. ഇത് ബേസിക്കലി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. പായ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഞങ്ങൾ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പേജ്. ജസ്റ്റ് ഒരു ഇത് കാണിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വരുമ്പം ഇവിടെ നമ്മൾ ബേസിക്കലി ഇതിൻ്റെ നമ്മുടെ ഇവിടുത്തെ ലൊക്കേഷൻ, ടെമ്പറേച്ചർ, ഇവിടുത്തെ കണ്ടീഷൻ, ഹ്യൂമിഡിറ്റി, കറണ്ട് ഡേറ്റ്, കറണ്ട് ടൈം എല്ലാം ഒരു ബേസിക് ഡാറ്റ. പിന്നെന്ന് പറയുന്നത് ഇതൊരു ചാറ്റ് ബോക്സ് പോലെയുള്ള ചാറ്റ് ബോട്ടാണ് ഇത്. അതായത് നമ്മളിവിടെ എന്ത് കൊറി കൊടുത്താലും ഇവിടെ അതിൻ്റെ ഉത്തരം വരും അപ് ടു ഡേറ്റ് ആയിട്ട്. പിന്നെയെന്ന് പറയുന്നത് പക്ഷേ ഞങ്ങളിതിൽ ഫോക്കസ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് വോയിസ് റെക്കഗ്നേഷനാണ്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ക്ലിക്ക് മൈ ഫോട്ടോ. എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കാൻ സിസ്റ്റത്തിനോട് പറയുന്നു. അപ്പം എൻ്റെ കൈ ഉപയോഗിക്കാതെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തു, സിസ്റ്റം തന്നെ എൻ്റെ ഫോട്ടോ എടുത്തു. നമ്മൾ ടച്ചിങ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പം തന്നെ അറിയാമല്ലോ, നമുക്കൊരു കണ്ണ് കാണാത്ത ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. പിന്നെയെന്ന് പറയുന്നത് ഒരു ആപ്പ് തുറക്കണമെങ്കിൽ ഓപ്പൺ MS Word. ഇങ്ങനെ MS Word ഓപ്പൺ ചെയ്യാം. ഇനിയിപ്പം യൂട്യൂബിലൊരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ഇലുമിനാറ്റി സോങ് യൂട്യൂബ്. This is what I found for your search. Done, sir. ഇപ്പം ഗൂഗിൾ. ഹലോ, എൻ്റെ പേര് അലൻ. ഞാൻ ഇവിടെ IHRD +2 വിദ്യാർത്ഥിയാണ്. ഹലോ, ഞാൻ അലൻ ജോലി. ഞാനിവിടെ തന്നെ +2 വിദ്യാർത്ഥിയാണ്. ഹായ്, എൻ്റെ പേര് രാഹുൽ വ്യാസ്. ഞാൻ ഇവിടുത്തെ +2 വിദ്യാർത്ഥിയാണ്. ഹലോ, എൻ്റെ പേര് ജെയിംസ് റോയ്. ഞാൻ ഇവിടുത്തെ +2 വിദ്യാർത്ഥി. അതിലാണ് ഈ ലുമിനേഷൻ ബൾബ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിള്ളേരുടെ പ്രൊഡക്ഷൻ ലുമിനേഷൻ ബൾബ്, സ്റ്റാർ തീർന്നില്ലേ? സ്റ്റാർ തീർന്നു. ഇപ്പോൾ LED ബൾബ് പഞ്ചായത്തിൽ LED ബൾബ് വിതരണം ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് പ്ലാനുണ്ട്. ഇത് ഉണ്ടാക്കിയ ബൾബിന് ഇനി ബാക്കി നീ പറഞ്ഞു ഇട്ട് കാണിക്കും. 9 വാട്ടിൻ്റെ ബൾബ്, 9 വാട്ടിൻ്റെ ബൾബ്. ഇത് LED ബൾബ് കടയിൽ 100 രൂപയ്ക്ക് കിട്ടുന്ന ബൾബ് നമ്മൾ 50 രൂപയ്ക്ക്, 60 രൂപയ്ക്ക് കൊടുക്കും. 50 രൂപയ്ക്ക് നമ്മൾ കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. മെഷീനാണ് ഇത്, ടൈറ്റ് ചെയ്യാനാണ് മെഷീൻ. പിന്നെ ഇതിൻ്റെ ബാക്കി സാധനങ്ങൾ ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ്. നമ്മൾ ചെയ്യുന്ന അതിൻ്റെ കണക്ഷൻസ് എല്ലാം ചെയ്ത് സ്റ്റേപ്പിൾ ഇത് പഞ്ച് ചെയ്ത്
ഇത് ആൽക്കഹോൾ സെൻസിങ് എൻജിൻ ലോക്കർ. അതായത് ഇപ്പം ഒരുപാട് ഇടങ്ങളിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് പല അപകടങ്ങൾ ഉണ്ടായി ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മെക്കാനിസം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പോലീസുകാർ ഒരുപാട് പേര് മദ്യപിച്ചോന്ന് അറിയാൻ വേണ്ടി ഒരു സാധനം നമ്മൾ ഊതിപ്പിക്കും. അതായത് MQ3 സെൻസർ എന്നാണ് അതിന് പറയുന്ന പേര്. ഇതിലാണ് ഊതുന്നത്. ഇതിൽ ഊതുമ്പോൾ നമ്മൾ മദ്യപിച്ച ഒരു വ്യക്തി ഊതുവാണെങ്കിൽ അപ്പോൾ സെൻസ് ചെയ്യും, അതായത് ബീം അടിക്കും. ഇതേ സംഭവം നമ്മൾ കാറിൽ വെക്കുകയാണ്. അതായത് ഈ MQ3 സെൻസർ കാറിൻ്റെ സ്റ്റീറിംഗ് ഭാഗത്ത് അതിന് നടുക്ക് ഫിക്സ് ചെയ്ത ശേഷം അതിൽ നിന്ന് ഇതിൽ നിന്ന് റിലേ മോഡ്യൂൾ വഴി ഒരു ജമ്പർ അതായത് ഒരു കണക്ഷൻ നേരെ കാറിൻ്റെ എഞ്ചിൻ്റെ അങ്ങോട്ട് നമ്മൾ കൊടുക്കുക. അതായത് ഒരു മദ്യപിച്ചൊരു വ്യക്തി വാഹനം ഓടിക്കുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതേ ശ്വാസം എടുക്കുമ്പോഴും പുറത്തോട്ട് വിടുമ്പോഴും അത് ഈ MQ3 എന്ന ഈ സെൻസർ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സെൻസ് ചെയ്യുമ്പോൾ മദ്യപിച്ച ആൾ ഇപ്പം വാഹനം ഓടിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ശ്വാസം എടുക്കുന്നതും പുറത്ത് വിടുന്നതെല്ലാം സെൻസ് ചെയ്യുന്നത് ഇത് സെൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം മദ്യപിച്ച ആൾ സെൻസ് ചെയ്യുമ്പം ശ്വാസത്തോടെ സെൻസ് ചെയ്യുമ്പം അതിൽ എഞ്ചിൻ ലോക്കാവും. മദ്യപിച്ചവരെ ഡിറ്റക്ട് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ എഞ്ചിൻ ലോക്കായി പോകും. ഇത് ആൽക്കഹോൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി. അഡോൺ സാജൻ. എൻ്റെ പേര് അഡോൺ സാജൻ. ഞങ്ങൾ രണ്ടുപേരും +1 ഏഴിലാണ് പഠിക്കുന്നത്. ഇത് ആൽക്കഹോൾ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ അടിച്ച് ഓണാക്കിയ ഒരു എയർ സാക്ക് പോലെ നമ്മുടെ ആൽവിയോളയിൽ വരുവാണ് ചെയ്യുന്നത്. ഈ ആൽവിയോളയിലാണ് നമ്മുടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇനി നമ്മൾ ലങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ വർക്കിംഗ് മോഡലായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പ്രഷർ കൊടുക്കുമ്പോഴത്തേനും ഇവിടെ ഇൻക്രീസ് ആവുന്ന കണ്ടില്ലേ, അതായത് നമ്മൾ ഇൻഹലേഷൻ ആണ് പറയുന്നത്. പ്രാക്ടിക്കലി നമുക്ക് ഇവിടെ ഒരു ഡോഗ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബോൺ സ്ട്രക്ചർ ഉണ്ട്, അതാണ് നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഹലേഷൻ സമയത്ത് ഡയഫ്രം താഴോട്ട് താഴുമ്പോഴത്തേനും നമ്മുടെ ഇവിടുത്തെ അതായത് നമ്മുടെ ലങ്സിന്റെ വോളിയം കൂടും. 10ൽ നമുക്ക് വോയിസ് എന്ന് പറയുന്ന ഒരു ലോ പഠിക്കാനുണ്ട്. അതായത് വോളിയം അഥവാ സ്പേസ് കൂടുമ്പോഴത്തേനും പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രഷർ കുറയും. ഇവിടെ പ്രഷർ കുറഞ്ഞിട്ട് ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുമ്പോഴത്തേനും നമ്മുടെ എയർ നമ്മൾ ഇൻഹെയിൽ ചെയ്താണ് ചെയ്യുന്നത്. അതാണ് നമ്മളിപ്പോൾ ഇൻഹലേഷൻ കാണിച്ചത്. ഇനി ഞാൻ ഇങ്ങനെ എടുക്കുമ്പോഴത്തേനും ഇവിടെ ചെറിയൊരു